കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെയും തഴച്ചു വളർന്ന ആഡംബരങ്ങളുടെയും പിന്നിൽ പ്രവാസി മലയാളി ഒഴുക്കിയ ചോരയുടെയും വിയർപ്പിന്റെയും വലിയൊരു ചരിത്രമുണ്ട്. എന്നാൽ ദശാബ്ദങ്ങൾ നീണ്ട മരുഭൂമിയിലെ അലച്ചിലുകൾക്കും കഠിനാധ്വാനങ്ങൾക്കുമൊടുവിൽ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ കയ്യിൽ ഒന്നുമില്ലാതെ ശൂന്യതയിലേക്ക് നോക്കി നിൽക്കേണ്ടി വന്ന ഒരുപാട് മനുഷ്യർ നമുക്കിടയിലുണ്ട്. പുറത്തുനിന്ന് കാണുന്ന ഗൾഫിന്റെ തിളക്കത്തിനപ്പുറം കടക്കെണിയിലും ദാരിദ്ര്യത്തിലും അകപ്പെട്ടുപോയ പ്രവാസികളുടെ അനുഭവങ്ങളിൽ നിന്ന് ഇനി വരുന്ന തലമുറയ്ക്കായി ചില സുപ്രധാന തുറന്നു പറച്ചിലുകൾ പങ്കുവെക്കുകയാണ് ഒരു പഴയ പ്രവാസി. പ്രവാസ ലോകത്തേക്ക് കാലുകുത്തുന്ന ഓരോ മലയാളി യുവാവും മനസ്സിൽ സൂക്ഷിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. കാലം മാറുമ്പോഴും മാറാത്ത ചില സാമ്പത്തിക കെണികളെക്കുറിച്ചും അവയെ എങ്ങനെ പ്രതിരോധിക്കണം എന്നതിനെക്കുറിച്ചുമുള്ള കൃത്യമായ ഉൾക്കാഴ്ചകളാണ് ഈ അനുഭവക്കുറിപ്പ് നൽകുന്നത്. ഗൾഫിലെത്തുന്ന പലരുടെയും ചിന്ത ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ ആസ്വദിക്കാമെന്നും കടങ്ങളെല്ലാം വീട്ടിയ ശേഷം പതുക്കെ സമ്പാദിച്ചു തുടങ്ങാമെന്നുമാണ്. നാട്ടിൽ പോയി വന്നിട്ട് അടുത്ത വർഷം മുതൽ മാറ്റിവെക്കാം എന്ന ഈ വിചാരം പ്രവാസ ജീവിതത്തിലെ ഏറ്റവും വലിയ കെണിയാണ്. വർഷങ്ങൾ എത്ര വേഗത്തിലാണ് കടന്നു പോകുന്നതെന്ന് മരുഭൂമിയിലെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കും. അതുകൊണ്ട് ആദ്യ മാസത്തെ ശമ്പളം കൈപ്പറ്റുമ്പോൾ മുതൽ ഒരു ചെറിയ തുകയെങ്കിലും നിർബന്ധമായും മാറ്റിവെക്കാൻ ശീലിക്കണം. വലിയൊരു തുക ഒരുമിച്ച് മാറ്റിവെക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ചെറുതെങ്കിലും കൃത്യതയുള്ള സമ്പാദ്യം ഭാവിയിൽ വലിയൊരു തുണയായി മാറും. വരുമാനത്തിൽ നിന്ന് ചെലവുകൾ കഴിച്ച് ബാക്കി വരുന്നത് സമ്പാദിക്കുക എന്നതല്ല, മറിച്ച് വരുമാനത്തിൽ നിന്ന് സമ്പാദ്യത്തിനുള്ള തുക ആദ്യം മാറ്റിവെച്ച ശേഷം ബാക്കി തുക കൊണ്ട് ജീവിക്കാൻ പഠിക്കുകയാണ് വേണ്ടത്. നാട്ടിലുള്ളവർ പലപ്പോഴും പ്രവാസിയെ കാണുന്നത് എപ്പോൾ വേണമെങ്കിലും പണം തരുന്ന ഒരു ATM മെഷീനായിട്ടാണ്. ഈ ഒരു ധാരണ തിരുത്തേണ്ടത് പ്രവാസിയുടെ തന്നെ ആവശ്യമാണ്. സ്വന്തം സാമ്പത്തിക ശേഷിക്കും വരുമാനത്തിനും അപ്പുറം കടം വാങ്ങിയോ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചോ മറ്റുള്ളവരെ സഹായിക്കാൻ ഒരിക്കലും നിൽക്കരുത്. പലപ്പോഴും സ്നേഹത്തിൻ്റെയോ ബാധ്യതകളുടെയോ പേരിൽ നമ്മൾ ഒപ്പിട്ട് നൽകുന്ന ജാമ്യപത്രങ്ങളും എടുത്തു നൽകുന്ന ലോണുകളും പിന്നീട് നമ്മളെ തന്നെയാകും ചതിക്കുഴിയിൽ വീഴ്ത്തുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കും ദൂർത്തുകൾക്കും സ്നേഹത്തോടെ നോ പറയാൻ പഠിക്കുക എന്നത് പ്രവാസത്തിൽ അത്യാവശ്യം വേണ്ട ഒരു അതിജീവന നൈപുണ്യമാണ്. നമ്മൾ സാമ്പത്തികമായി തകരുമ്പോൾ കൂടെ നിൽക്കാൻ പലരും കാണില്ല എന്ന യാഥാർത്ഥ്യം നേരത്തെ തിരിച്ചറിയണം. പ്രവാസികൾ പൊതുവെ വീഴുന്ന മറ്റൊരു വലിയ കുഴിയാണ് നാട്ടിൽ പോകുമ്പോൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള കാട്ടിക്കൂട്ടലുകൾ. വില കൂടിയ ഗാഡ്ജറ്റുകളും ബ്രാൻഡഡ് വസ്ത്രങ്ങളും വലിയ സമ്മാനങ്ങളും വാങ്ങി മറ്റുള്ളവരുടെ മുന്നിൽ ജീവിക്കാൻ ശ്രമിക്കുന്നത് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കും. ഇതിനേക്കാളൊക്കെ വലിയ ദുരന്തമാണ് നാട്ടിൽ ചെന്ന് വലിയ കടങ്ങൾ വാങ്ങി നിർമ്മിക്കുന്ന ആഡംബര വീടുകൾ. പലപ്പോഴും പ്രവാസ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം സമ്പാദ്യവും ഇത്തരം വലിയ വീടുകൾക്കായി മാത്രം തീർന്നു പോകാറുണ്ട്. പിന്നീട് ആ വീട്ടിൽ താമസിക്കാൻ ആരുമില്ലാതെ അതിൻ്റെ അറ്റകുറ്റപ്പണികൾക്കും പെയിൻറ്റിങ്ങിനും വേണ്ടി വീണ്ടും കടം വാങ്ങേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകുന്നുണ്ട്. മറ്റുള്ളവരുടെ കയ്യടികൾക്ക് വേണ്ടി ജീവിക്കാതെ സ്വന്തം ഭാവിയുടെ സുരക്ഷിതത്വത്തിന് പ്രാധാന്യം നൽകുക. ഇന്ന് ചെയ്യുന്ന ജോലി നാളെയും നമുക്കുണ്ടാകണമെന്നില്ല. സാങ്കേതികവിദ്യ മാറുന്നതിനനുസരിച്ച് പ്രവാസ ലോകത്തെ തൊഴിൽ വിപണിയും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ചെയ്യുന്ന ജോലിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ പുതിയ സ്കില്ലുകൾ വളർത്തിയെടുക്കാൻ പ്രവാസികൾ ശ്രദ്ധിക്കണം. ഒപ്പം തന്നെ സമ്പാദിക്കുന്ന പണം വെറുതെ ബാങ്ക് അക്കൗണ്ടുകളിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. പണപ്പെരുപ്പം നമ്മുടെ സമ്പാദ്യത്തിൻ്റെ മൂല്യം കുറച്ചു കളയും. അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ മ്യൂച്വൽ ഫണ്ടുകളോ സുരക്ഷിതമായ മറ്റ് നിക്ഷേപ മാർഗങ്ങളിലോ പണം നിക്ഷേപിച്ചു തുടങ്ങണം. കേരള പ്രവാസി ക്ഷേമ ബോർഡ് പോലെയുള്ള സർക്കാർ സംവിധാനങ്ങളുടെ പെൻഷൻ പദ്ധതികളെയും പ്രവാസി ഡിവിഡൻഡ് പദ്ധതികളെയും കൃത്യമായി മനസ്സിലാക്കി അതിൽ പങ്കാളികളാകുന്നത് ഭാവി സുരക്ഷിതമാക്കാൻ സഹായിക്കും. ഗൾഫ് ജീവിതം ഒരിക്കലും ശാശ്വതമല്ല. കമ്പനികളുടെ തകർച്ചയോ വിസ നിയമങ്ങളിലെ മാറ്റങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ കാരണം എപ്പോൾ വേണമെങ്കിലും നമുക്ക് നാട്ടിലേക്ക് മടങ്ങേണ്ടി വരാം. അതുകൊണ്ട് പ്രവാസ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ തന്നെ വ്യക്തമായ ഒരു എക്സിറ്റ് പ്ലാൻ നമുക്കുണ്ടായിരിക്കണം. പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ ചെന്നാൽ സ്ഥിരമായി ഒരു ചെറിയ വരുമാനം തരുന്ന എന്തെങ്കിലും വഴി പ്രവാസ ജീവിതത്തിനിടയിൽ തന്നെ പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞാൽ നമ്മുടെ അധ്വാന ശേഷി കുറയും. ആ സമയത്ത് കുടുംബം പുലർത്താനും സ്വന്തം ആവശ്യങ്ങൾക്കും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരാത്ത രീതിയിൽ ഒരു സാമ്പത്തിക വരുമാന സ്രോതസ്സ് നാട്ടിൽ ഒരുക്കുക എന്നത് നിർണായകമാണ്. പ്രവാസ ലോകത്ത് നിന്ന് ഒരുപക്ഷെ നമ്മൾ വിചാരിച്ചത്ര പണം സമ്പാദിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. എന്നാൽ പ്രവാസ ജീവിതം നമുക്ക് നൽകുന്നത് വലിയ അനുഭവ സമ്പത്താണ്. ഈ അനുഭവങ്ങൾ പാഠമാക്കി വരും തലമുറയെങ്കിലും സാമ്പത്തിക അച്ചടക്കത്തോടെ ജീവിക്കാൻ തയ്യാറാകണം. അനാവശ്യമായ മത്സരങ്ങളിൽ നിന്നും ആഡംബരങ്ങളിൽ നിന്നും മാറി നിന്ന് നാളത്തെ സുരക്ഷിതത്വത്തിനായി ഇന്ന് തന്നെ കരുതി വെക്കുക എന്നതാണ് ഓരോ പ്രവാസിയും ചെയ്യേണ്ടത്. ആ തെറ്റുകൾ ഇനി ആരും ആവർത്തിക്കാതിരിക്കട്ടെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.